ഞാൻ ഈ ടിനിക്ക് വേണ്ടി അൻസിബയോടും ടിനിയുടെ വക്കീലിനോടും ടിനിയോടും സംസാരിച്ച സമയം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ജീവിതം നന്നായേനെ. അപ്പൊ ഞാനൊരു ഉദാഹരണം പറയാണ്. അൻസിബയും ടിനിയും തമ്മിലുള്ള വഴക്കിൽ ബാക്കി എല്ലാ കേസുണ്ടായിട്ടും അൻസിബ ഫൈറ്റ് ഇല്ല കേസ്. എന്നിട്ട് ഈ ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞു എന്നൊരൊറ്റ കാര്യം കൊണ്ട് അൻസിബ ഫയൽ ചെയ്തില്ല. അവസാനം നാളെ കോടതിയിൽ ഹാജരാകണമെന്നുള്ള ദിവസമായി വക്കീല്. കേൾക്കുന്നുണ്ടോ? അങ്ങനെ വക്കീലിന്റെ ദിവസം ഞാൻ അൻസിബയുടെ വക്കീലിനെ വിളിച്ചു. പറഞ്ഞോന്നറിയില്ല. അൻസിബയുടെ വക്കീലിനെ വിളിച്ച് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇതൊരു ഓവർ ഹിയറിംഗ് കേസാണല്ലോ. നാളെ ഒരു 4 കൊല്ലം കഴിഞ്ഞിട്ട് ടിനി ടോം ഇങ്ങനെ ടിനി ടോമിനെതിരെ തെളിവില്ല എന്നും പറഞ്ഞ് ഈ ടിനി ടോമിനെ വെറുതെ വിട്ടാൽ അന്ന് ഈ അൻസിബ 4 കൊല്ലെന്ന് ചോദിച്ചു. ഇയാളൊറ്റ ഷൗട്ട് ചെയ്തു, നിങ്ങൾ 4 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ ഈ കേസ് തോറ്റു പോകുമ്പോൾ നിങ്ങൾ എന്ത് ന്യായം വെച്ചാൽ ഐ ഹാവ് ദ പ്രൂഫ്, നിങ്ങൾക്ക് എന്ത് ലോ അറിയാം, അങ്ങനെ ഇങ്ങനെ ഇയാൾ കുറെ നേരം ഉണ്ടായിരുന്നിട്ട് ഞാൻ ചോദിച്ചു, ചേട്ടാ ഒരു കോർട്ടിലെ കേസ് നല്ല നിലയിൽ 1% ചാൻസ് ഉണ്ടാക്കി തരാൻ പറ്റുമല്ലേ നോക്കാൻ? അതുണ്ട്. ഞാൻ പറഞ്ഞു മതി, ആ 1% സംഭവിക്കുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ടിനിയുടെ വക്കീലിനെ വിളിച്ചു. ടിനി എന്നോട് ഒത്തുതീർപ്പാക്കണം എന്ന് കരഞ്ഞ് ടിനിയുടെ ഭാര്യ വിളിച്ച് കരഞ്ഞിട്ടാണ് ഞാൻ ടിനിയുടെ വക്കീലിനെ വിളിക്കുന്നത്. ടിനി കോൺകോളിലാണ്. ടിനിയുടെ വക്കീലിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അൻസിബയുടെ വക്കീലിനോട് ഞാൻ സംസാരിച്ചു, ഇവർ ഒത്തുതീർപ്പാക്കാൻ റെഡിയാണ് പറഞ്ഞപ്പോ ടിനിയുടെ വക്കീൽ പറഞ്ഞു, അൻസിബ ഈ മേലാൽ എവിടെയും ടിനി ടോമിനെ പറ്റി ഞാൻ അനാവശ്യം പറയില്ല എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കണമെന്ന്. നടക്കുന്ന കാര്യമാണേ. അൻസിബ ടിനി മാപ്പ് പറയണമെന്ന് പറഞ്ഞപ്പോ ഞാൻ അൻസിബയോട് പറഞ്ഞു, ടിനി മാപ്പ് പറയില്ല, പറഞ്ഞ അവൻ ചെയ്തു എന്നായി പോകും. ഇത് അറിയാണ്ട് എനിക്ക്, കാരണം ടിനി പബ്ലിക്കായിട്ട് മാപ്പ് പറയണമെന്ന് എന്നോട് അൻസിബ പറഞ്ഞപ്പോ ഞാൻ അൻസിബയോട് പറഞ്ഞു, അൻസിബ അങ്ങനെ പറയരുത്, അങ്ങനെ പറഞ്ഞ എന്നോട് ചെയ്തു എന്നർത്ഥം. അങ്ങനെ ചെയ്തു എന്നാണെങ്കിൽ പിന്നെ അൻസിബയ്ക്ക് കേസില്ലെങ്കിൽ പോലും ഈ സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്താൻ നോക്കിയെന്നും പറഞ്ഞ് ആർക്കും വേണേ കേസെടുക്കാൻ പറ്റും ഇതിനെതിരെ, സ്വമേധയാ കേസെടുക്കാം. അപ്പൊ അതുകൊണ്ട് അവരത് പറയില്ല എന്ന് ഞാൻ പറഞ്ഞ ഈ കഥ ടിനിക്കറിയാം. ഈ കഥ അറിയാവുന്ന ടിനി ടോം ഇത്രയും ഒത്തുതീർപ്പാക്കണം എന്ന് പറഞ്ഞ ടിനി ടോമിന്റെ വക്കീൽ പറയാം, അൻസിബ ഒരു പേപ്പറിൽ എഴുതി കൊടുക്കണം. ഇത് ഞാൻ അൻസിബയോട് പറഞ്ഞിട്ട് പറഞ്ഞു ഇത് ചെയ്യണ്ട എന്ന് പറഞ്ഞ അൻസിബ പറഞ്ഞു, അങ്ങനെ കാര്യം ചെയ്യുക ചേട്ടാ, മമ്മൂട്ടിയുടെയോ മോഹൻലാലിന്റെയോ അമ്മയുടെ സാന്നിധ്യത്തിൽ, അതുപോലെ എനിക്ക് വിശ്വാസമുള്ളവരുടെ സാന്നിധ്യത്തിൽ അമ്മയുടെ ഓഫീസിൽ വെച്ച് നമുക്കിത് ചെയ്തു തീർക്കാം, ഒത്തുതീർപ്പാക്കാന്ന് പറഞ്ഞു. അൻസിബ പറഞ്ഞു ഒത്തുതീർപ്പാക്കാം. ഞാൻ നോക്കുമ്പോ മോഹൻലാൽ ജർമ്മനിയിൽ ചെന്നൈയിലുമാണ്. 2 ദിവസം ആകാന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് മിനിഞ്ഞാന്ന് വീണ്ടും ടൈമായി. കോടതി വിളിക്കുമല്ലോ ദിവസങ്ങളിൽ, ഫയൽ ചെയ്തിട്ടേക്കുമല്ലേ. അൻസിബ ഇന്നലെ കൊണ്ടുപോയി അതും കൂടെ കേസാക്കി. ടിനി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അതെന്താ നിങ്ങൾ അന്ന് പറഞ്ഞിട്ട് ഇത് കൊണ്ടുപോയി? ഞാൻ പറഞ്ഞു, തിരിച്ചിട്ട് അന്ന് ഞാനത് എങ്ങനെയെങ്കിലും തീർക്കാൻ പോകുമ്പോ നിങ്ങളുടെ വക്കീലാണോ പറഞ്ഞ അൻസിബ എഴുതി ഒപ്പിട്ട് തന്നോന്ന്? എവിടെയെങ്കിലും കൊണ്ടൊരു പേപ്പറിൽ ഞങ്ങൾക്ക് രണ്ടിനും അങ്ങോട്ടും ഇങ്ങോട്ടും പരാതിയില്ല എന്ന് ഒപ്പിടുന്നതിന് പകരം ഈ വക്കീലന്മാർക്ക് സെലിബ്രിറ്റി കേസ് കിട്ടിയാൽ അവര് വിടില്ല, ആഘോഷിക്കും. ഇത് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു മാന്യത കൊണ്ടും സന്തോഷം കൊണ്ടും നിങ്ങൾ ടിനിയെ പബ്ലിക്കായിട്ട് സപ്പോർട്ട് ചെയ്ത ആളാണ്. നിങ്ങള് ഏതോ പറഞ്ഞിട്ടില്ലേ? ഇല്ല. അപ്പൊ ഇത് നീനാക്കുറിപ്പ് ഇറക്കിയ ഒരു നീനാക്കുറിപ്പ് ഇറക്കിയതാ. ഒരു കാരണവശാലും ഞാൻ ടിനി ടോമിനെ എതിരായിട്ടോ സപ്പോർട്ട് ചെയ്തിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല. ടിനി ടോം എന്റെ വിഷയമേ അല്ല. അപ്പൊ എനിക്ക് വേണ്ടല്ലോ. അല്ല, അപ്പോ ഞാൻ പറയാം, ഞാനിത് ഒരു വശത്താണ് തീർത്തത്. ഞാനൊരു വശത്തുനിന്ന് ഷമീത്തിനെ വിളിച്ചു. ലക്ഷ്മിപ്രിയ ഇന്നലെ എന്നെ വിളിച്ചിട്ട് എന്ന് പറഞ്ഞ പെണ്ണിന്റെ കൂട്ടത്തിൽ ദുബായി പോയ കഥയും മറ്റേതും മറിച്ചത് കേട്ട് ഞാൻ ആത്മഹത്യക്ക് ശ്രമിക്കാൻ പോയി എന്നും പറഞ്ഞ് ലക്ഷ്മിപ്രിയ നിൽക്കുന്നു. അൻസിബ സംസാരിക്കുമ്പോൾ ഞാൻ ഇതെല്ലാം ഒരു സൈഡിൽ കൂടെ നീക്കി പിടിക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം വെച്ച് എന്റെ ഒരു അനുഭവം വെച്ചിട്ട് നിങ്ങളുടെ നിരപരാധിത്വം എന്ന് പറയുന്നത് നമ്മുടെ കമ്മിറ്റിയിലിരുന്ന് ഞങ്ങൾക്കൊരു കണക്കിലൊരു തെറ്റും കിട്ടാതിരുന്നിട്ട് അതിലൊരു തെറ്റുമില്ല എന്ന് ഞങ്ങൾ പറയുന്നിടത്താണ് നിങ്ങൾ പൂർണ്ണമായും നിരപരാധികളാവുന്നത്. നിങ്ങൾ തിരിച്ചു കയറി അന്വേഷിക്കാന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല ഇവിടുത്തെ ആളുകൾ.